Welcome all. I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about network analysis, the different types or different techniques that we are using in network analysis, and the significance of the network techniques, that is PERT and CPM. What do you mean by PERT? PERT means project evaluation and review techniques, whereas CPM is critical path method. അല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? എന്താണ് ഒരു പ്രൊജക്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ നമ്മൾ ആ പ്രൊജക്റ്റ് നമ്മൾ ക്യാരി ഔട്ട് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിനെ പറ്റി നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊജക്റ്റിനെ ക്യാരി ഔട്ട് ചെയ്യുന്നു പറഞ്ഞു. ആ നെറ്റ്വർക്ക് അനാലിസിസിനോട് ഉപയോഗിക്കുന്ന രണ്ട് ടെക്നിക്സ് ആണ് പെർട്ടും CPM നമ്മൾ പറഞ്ഞു. എന്താണ് പെർട്ടിനെ CPMന്റെ സിഗ്നിഫിക്കൻസ്, എന്തൊക്കെ യൂസസ് ആണ്, എന്താണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, അങ്ങനെ ഒരു നെറ്റ്വർക്ക് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് അനാലിസിസ് എടുത്ത്, അപ്പോൾ ആ പേര് പോലെ തന്നെ നെറ്റ്വർക്ക് അനാലിസിസ്, ഒരു നെറ്റ്വർക്കിനെ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള പ്രൊജക്റ്റിനെ എന്തായിട്ട് മാറ്റി നമ്മളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രൊജക്റ്റിനെ ഒരു നെറ്റ്വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ആ നെറ്റ്വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അതാണ് അതെന്ന് പറയുന്നത് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം, പെർട്ടും CPM ഉപയോഗിച്ച് ചെയ്യാമെന്നോട് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു തന്നിട്ടുള്ള പ്രൊജക്റ്റിനെ നമുക്ക് ആദ്യം എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ഒരു നെറ്റ്വർക്കായിട്ട്, ഒരു വെബായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു നെറ്റ്വർക്ക് കൺവേർഷന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള പ്രൊജക്റ്റിനെ നെറ്റ്വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്താണ് നെറ്റ്വർക്ക് എന്നറിയണം. അഥവാ നെറ്റ്വർക്കിൻ്റെ ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്കത് മനസ്സിലാക്കണം. അപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ ബേസിക് കമ്പോണൻസ് ഓഫ് നെറ്റ്വർക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് നെറ്റ്വർക്ക് കമ്പോണൻസ്. ഒരു പ്രൊജക്റ്റിനെ നമ്മളൊരു നെറ്റ്വർക്കായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ബേസിക് കമ്പോണൻസ്, നമ്മൾ ആ കൺവേർഷന് സമയത്ത് നെറ്റ്വർക്കായിട്ട് നമ്മൾ അതിനെ കൺസ്ട്രക്ട് പ്രൊജക്റ്റിനെ നെറ്റ്വർക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ കൺസ്ട്രക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ സെഷനകത്ത് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് കമ്പോണൻസ് ഓഫ് നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ച് നെറ്റ്വർക്കിന് രണ്ട് കമ്പോണൻസ് മാത്രമേ ഉള്ളൂ. ദേ ആർ ഇവൻറ്റ്സ് ആസ് വെൽ ആസ് ആക്ടിവിറ്റീസ്. ഏതൊരു നെറ്റ്വർക്കിനും രണ്ട് കമ്പോണൻസേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ഇവൻറ്റ് ആസ് വെൽ ആസ് സെക്കൻഡ് വൺ ഈസ് ആൻ ആക്ടിവിറ്റി. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ പ്രൊജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോളേജിൽ യൂണിയൻ്റെ ഭാഗമായിട്ട് പ്രോഗ്രാം, ഫോർ എക്സാമ്പിൾ ഓണം സെലിബ്രേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ആ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് യൂണിയനെ സംബന്ധിച്ച് യൂണിയന് കിട്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ആ ഓണം സെലിബ്രേഷൻ്റെ ഹോൾ ആക്ടിവിറ്റി, ആ ഓണം സെലിബ്രേഷൻ ആ ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഹോൾ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ആ ഹോളായിട്ടുള്ള ആ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, യൂണിയനെ സംബന്ധിച്ച് യൂണിയന് കിട്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിനെ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസാണ് യൂസ് ചെയ്യുന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റിനെ കുറേ ഇവൻറ്റ്സ് ആയിട്ടും കുറേ ആക്ടിവിറ്റീസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഞാൻ യൂണിയൻ മെമ്പർ ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ എനിക്ക് പുതുതായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് കിട്ടിയ ഒരു വർക്കാണ് ഓണം സെലിബ്രേഷൻ്റെ ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും കൺട്രോളിങ്ങും ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ പ്രൊജക്റ്റിനെ ഞാൻ അതൊരു നെറ്റ്വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നെറ്റ്വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ പ്രൊജക്റ്റിനെ എനിക്ക് കുറേ ഇവൻറ്റ്സ് ആയിട്ടും ആക്ടിവിറ്റീസ് ആയിട്ടും എന്ത് ചെയ്യണം, ഞാനിതിനെ മാറ്റണം, തരംതിരിക്കണം. അതെന്തിനാണ്, ഈ പ്രൊജക്റ്റിനെ ഞാൻ നെറ്റ്വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നെറ്റ്വർക്കിൻ്റെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെ, ഇവൻറ്റ്സും ആക്ടിവിറ്റീസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു classify the given project in terms of events and activities. തന്നിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഇവൻറ്റ്സ് ഏത്, ആക്ടിവിറ്റീസ് ഏത് എന്നുള്ള ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഞാൻ നടത്തണം. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഇവൻറ്റ്സിനെയും ആക്ടിവിറ്റീസിനെ യോജിപ്പിച്ചുകൊണ്ട് എനിക്ക് എന്ത് ഫോം ചെയ്യുക, ഒരു നെറ്റ്വർക്ക്, ആ കമ്പോണൻസിനെ യോജിപ്പിച്ചുകൊണ്ട് എനിക്കൊരു നെറ്റ്വർക്ക് ഫോം ചെയ്യാം. അങ്ങനെയെങ്കിൽ എന്താണ് ഇവൻറ്റ്സ്, എന്താണ് ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. ഇവൻറ്റ്സ് in a network diagram represent project milestones such as the start or completion of an activity and occurs at a particular instant of time at which some specific part of the project has been achieved. എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചൊരു പർട്ടിക്കുലർ മൈൽ സ്റ്റോൺ ആണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ
ടൈമിൽ, ഒരു സ്പെസിഫിക് ടൈമിൽ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ മൈൽ സ്റ്റോൺ ആണെന്ന് വിളിക്കുന്നത് ഇവന്റ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇവന്റ് ഈസ് ഇവന്റ് നെറ്റ്വർക്ക് ഡയഗ്രാം റെപ്രസെന്റ് പ്രോജക്ട് മൈൽ സ്റ്റോൺ സച്ച് ആസ് ദ start or completion of an activity and occurs at a particular instant of time at which some specific part of the project has been achieved. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഓണം സെലിബ്രേഷൻ്റെ ഫംഗ്ഷനകത്ത് കുറേ ആ പ്രോഗ്രാം ചാർട്ടിനകത്ത് കുറേ പ്രോഗ്രാംസ് ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ ആദ്യം വെൽക്കം സ്പീച്ച്, ആദ്യം പ്രെയർ സോങ്, പിന്നെ വെൽക്കം സ്പീച്ച്, പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് സെലിബ്രേഷൻ ഇനോഗ്രേഷൻ, അങ്ങനെ കുറേ പിന്നെ എന്തുണ്ടാവും കൾച്ചറൽ ആക്ടിവിറ്റീസ്, അങ്ങനെ കുറേ ഇവൻറ്റ്സ് അല്ലെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ടാവും ആ പ്രൊജക്റ്റിനകത്ത് അല്ലെങ്കിൽ ആ പ്രോഗ്രാം ചാർട്ടിനകത്ത് ഒരു ഐറ്റംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഓരോ ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇവൻറ്റ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. മനസ്സിലായോ? അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ്സ് ആണെന്ന് പറയുന്നത്, ആ പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ്സ് ആണെന്ന് പറയുന്നത് ഈ ഓരോ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. പ്രെയർ സോങ് സ്റ്റാർട്ടിങ്ങിൽ സംഭവിക്കുന്നു, അതിനുശേഷം വെൽക്കം സ്പീച്ച്, അതിനുശേഷം എന്താ വെച്ചാൽ ബാക്കിയുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, നമ്മുടെ ഫെലിസിറ്റേഷൻ സ്പീച്ച്, അങ്ങനെയുള്ള സ്പീച്ചുകൾ, അതിനുശേഷം കൾച്ചറൽ പ്രോഗ്രാംസ് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ അച്ചീവ് ചെയ്യപ്പെടുന്ന ആ പെർട്ടിക്കുലർ പ്രോഗ്രാമാണ് എന്ന് വിളിക്കുന്നത് ഇവന്റ് എന്ന് വിളിക്കുന്നത്. അത് ആ പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ആ പ്രൊജക്റ്റിൻ്റെ ഓരോ മൈൽ സ്റ്റോൺസ് ആണ്. ഓരോ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പ്രൊജക്റ്റിന് എന്താണ്, ഓരോ മൈൽ സ്റ്റോൺസ് ആണ് നമ്മൾ പറയുന്നത്. അതെന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ ഈ ഓരോ പോയിന്റ് ഓഫ് ടൈമിന് ഇടയ്ക്ക് എന്തുണ്ട്, ഇതിന് ഓരോ പ്രിപ്പറേഷൻ, ആ ഓരോ പ്രിപ്പയർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെയും എന്താണ് കംപ്ലീഷൻ ആണ് ശരിക്കും ആ മൈൽ സ്റ്റോണിലൂടെ നടക്കുന്നത്. അതാ പറയുന്നത് സ്റ്റാർട്ട് ഓർ കംപ്ലീഷൻ ഓഫ് എൻ ആക്ടിവിറ്റി ആൻഡ് ഒക്കേഴ്സ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം അറ്റ് വിച്ച് സം സ്പെസിഫിക് പാർട്ട് ഓഫ് ദ പ്രൊജക്ട് ഹാസ് ബീൻ അച്ചീവ്ഡ്. ആ ഇവന്റ് എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ഒരു സ്പെസിഫിക് പാർട്ടാണ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കണക്ക് തന്നെ ഓണം സെലിബ്രേഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാംസും, ആ ഓരോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഓരോ പ്രോഗ്രാം നമുക്ക് എന്ന് വിളിക്കാം, ഇവന്റ് എന്ന് നമുക്ക് വിളിക്കാം. ഇവന്റ് ഈസ് എ പോയിന്റ് ഓഫ് ടൈം ആൻഡ് ഡസ് നോട്ട് കൺസ്യൂം എനി റിസോഴ്സ്. അതൊരു പെർട്ടിക്കുലർ ടൈമിൽ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാം. അതാണ് ആ പോയിന്റ് ഓഫ് ടൈമിൽ അവിടെ മറ്റ് റിസോഴ്സുകളുടെ കൺസംഷൻ ഒന്നുമില്ല. എന്ത് ചെയ്യപ്പെടുന്നു, ആ വർക്ക് അവിടെ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നു, അത് മാത്രമേ നടക്കുന്നുള്ളൂ. ആ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് സ്പെസിഫിക് ടൈമിൽ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്ന ഒരു വർക്ക്, അത് മാത്രമാണ് എന്ന് പറയുന്നത് ഇവന്റ് എന്ന് പറയുന്നത്. ഇവന്റ് ഈസ് എ പോയിന്റ് ഓഫ് ടൈം ആൻഡ് ഡസ് നോട്ട് കൺസ്യൂം എനി റിസോഴ്സസ്. Events are commonly represented by circles in a network diagram. സാധാരണ നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇവൻസിനെ റെപ്രസെൻറ്റ് ഉപയോഗിക്കുന്നത് എന്താണ്, സർക്കിൾസ് അഥവാ നോട്ട്സുകളെയാണ്. സർക്കിളുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇവൻറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. The numbers assigned to the events are marked within the circles. ഇപ്പോൾ ഞാൻ പറഞ്ഞ തന്നെ കുറേ ഇവൻറ്റ്സ്, ഇപ്പോൾ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ ഇവൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഓരോ ഇവൻറ്റ്സിനെയും നമുക്ക് വേർതിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്പേഴ്സ് അലോട്ട് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ഇവൻറ്റിൻ്റെ നമ്പർ 1, സെക്കൻഡ് ഇവൻറ്റ് നമ്പർ 2, തേർഡ് ഇവൻറ്റ് നമ്പർ 3, നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇവൻറ്റ്സിനും അതിൻ്റെ ഓർഡർ അനുസരിച്ച് എന്ത് ചെയ്യും, നമ്പേഴ്സിനെ അലോട്ട് ചെയ്യും. ആ ഓർഡർ അഥവാ ആ നമ്പറിന് നമ്മൾ എഴുതുന്നത്, നെറ്റ്വർക്ക് എഴുതുന്നത് നമ്പറിനെ എഴുതുന്നത് എപ്പോഴും എവിടെയാണ്, എപ്പോഴും ആ സർക്കിളിൻ്റെ അകത്തായിരിക്കും. കാരണം നമ്പർ അസൈൻഡ് ഇവൻറ്റ്സ് ആർ മാർക്ക്ഡ് വിത്തിൻ ദ സർക്കിൾ. സോ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ഇത് ഇവൻ്റ് എന്ന് പറയുന്നത്. ആ ഇവൻ്റ് എന്ന് പറയുന്നത് മറ്റ് റിസോഴ്സുകളൊന്നും കൺസ്യൂം ചെയ്യാതെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്ന ഒരു വർക്കാണ് ഇത് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇവൻ്റ് നമ്മൾ സാധാരണ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ യൂസ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചാണ്, ബൈ മീൻസ് ഓഫ് സർക്കിൾസോ നോട്ട്സ് ഉപയോഗിച്ചാണ്. ആൻഡ് ഓരോ ഇവൻറ്റിനും ഡിനോട്ട് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് ന്യൂമറൽസ് ഉപയോഗിച്ച്, നമ്പേഴ്സ് ഉപയോഗിച്ചാണ് ഓരോ ഇവൻറ്റിനെയും ഡിനോട്ട് ചെയ്യുന്നത്. ഇവൻറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ത് ഉപയോഗിച്ചാണ്, സർക്കിൾസ് അല്ലെങ്കിൽ നോട്ട്സ് ആണ്. The examples of events are design completed. ഒരു ഡിസൈൻ, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആ ഡിസൈൻ വരച്ച് കംപ്ലീറ്റ് ആക്കി, ആ ഡിസൈനിൻ്റെ കംപ്ലീഷൻ ആണെന്ന് പറയുന്നത് ആ ഇവൻറ്റിൻ്റെ ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ പേയ്മെൻറ്റ് മെയ്ഡ്. ഇപ്പോൾ നമ്മൾ ഇത് തന്നെ ഒരു കൺസ്ട്രക്ഷൻ സമയത്ത് എന്ത് ചെയ്യുന്നു,
പേയ്മെൻറ്റ് ആവശ്യമുണ്ട്, പേയ്മെൻറ്റ് നടത്താനുണ്ട്. ആ പേയ്മെൻറ്റ് നടത്തി എന്ന് പറയുന്ന ആ പ്രോസസ്സിനാണ് എന്ന് വിളിക്കുന്നത് ഇവൻ്റ് എന്ന് വിളിക്കുന്നത്. ഷോറൂം ഇനോഗ്രേറ്റഡ്, അതൊക്കെ എന്താണ്, ഓരോ ഇവൻസിൻ്റെ എക്സാമ്പിളാണ്. സോ നെറ്റ്വർക്ക് അനാലിസിസിനകത്ത് നെറ്റ്വർക്കിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണെന്ന് പറയുന്നത് ഇവൻ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് കമ്പോണൻ്റ് ഓഫ് എ നെറ്റ്വർക്ക് ഈസ് ആക്ടിവിറ്റി. That is activities. An activity is a task associated with a project. ഈ ആക്ടിവിറ്റി ഇവൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ പോയിന്റ് ഓഫ് ടൈമിൽ ക്യാരി ഔട്ട് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയോ കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്ത ഒരു വർക്കിനാണ് എന്ന് പറയുന്നത് ഇവൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ഒരു പേയ്മെൻറ്റ് നടത്തി അല്ലെങ്കിൽ ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടുകയോ ചെയ്ത ഒരു വർക്കിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇവൻ്റ് എന്ന് വിളിക്കുന്നത്. ഇനി വർക്ക് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് അതിനൊന്ന് വിളിക്കുന്നത് ആക്ടിവിറ്റി നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ ഇവൻ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഡിസൈൻ കംപ്ലീറ്റഡ്. ആ ഡിസൈൻ വരച്ചുണ്ടാക്കുന്ന, ഇപ്പോൾ ഒരു പ്ലാൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ആ പ്ലാൻ വരച്ചുണ്ടാക്കുന്ന ആ പ്രോസസ്സ്, ആ ഡ്രോയിങ് ഓഫ് എ പ്ലാൻ എന്ന് പറയുന്നതാണ് എന്താണെന്ന് പറയുന്നത് അവിടുത്തെ ആക്ടിവിറ്റി. ആ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി, അതൊരു ഇവൻ്റായിട്ട് മാറി. അതായത് ഓരോ ആക്ടിവിറ്റിയുടെയും ഫൈനൽ പാർട്ട് കംപ്ലീഷനാണ് എന്ന് വിളിക്കുന്നത് ഇവൻ്റ് എന്ന് വിളിക്കുന്നത്. ആ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ടാസ്കുകളാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആക്ടിവിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. An activity is a task associated with a project. It is physically identifiable part of the project. അത് നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് ആ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട്, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവൻറ്റിനകത്ത് എന്തില്ല, അങ്ങനൊരു ഫിസിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ ഇല്ല. നേരത്തെ പറഞ്ഞൊക്കെ തന്നെ യൂണിയൻ ഓണം സെലിബ്രേഷൻ നടത്തി, അപ്പോൾ വെൽക്കം സ്പീച്ച് ക്യാരി ഔട്ട് ചെയ്തു എന്ന് പറയുന്നതാണ് എന്ത്, നമ്മളുടെ ഇവൻ്റ് എന്ന് പറയും. വെൽക്കം സ്പീച്ച് നടത്തി എന്ന് പറയുന്നത് ഇവൻ്റ്. ആ വെൽക്കം സ്പീച്ച് നടക്കുന്ന പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ ഒരു ടാസ്ക് അതിനാണ് എന്ന് വിളിക്കുന്നത് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടത്തി എന്ന് പറയുന്നതാണ് എന്ത്, ഇവൻ്റ്. അത് നടന്നു എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഒരു കൾച്ചറൽ ഡാൻസ് നടന്നു എന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ്. അറ്റ് ദ സെയിം ടൈം ഈ ഡാൻസിന് വേണ്ടി പ്രിപ്പറേഷനും ആ ഡാൻസിൻ്റെ ക്യാരി ഔട്ടിങ്, ആ ഡാൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രൊസീജിയറും, അത് ആ ടാസ്ക് എന്തിനകത്ത് ഉൾപ്പെടുന്നു, ആക്ടിവിറ്റിക്കകത്ത് ഉൾപ്പെടുന്നു. It is the physically identifiable part of the project which consumes time and resources. നടന്നു എന്ന് പറയുന്ന പ്രോസസ്സിന് എന്തില്ല, ടൈമിൻ്റെയോ റിസോഴ്സിൻ്റെയോ കൺസെപ്ഷൻ ഇല്ല. പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ അത് നടന്നു, അതാണ് എന്ത് പറയുന്നത് ഇവൻ്റ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം എപ്പോഴാണ് ആ ടാസ്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ എത്രമാത്രം ടൈം ഉപയോഗിച്ച് റിസോഴ്സ് ഉപയോഗിച്ച് ക്യാരി ഔട്ട് ചെയ്യുന്ന ആ ഫിസിക്കൽ പ്രൊസീജിയറിനാണ് എന്ന് വിളിക്കുന്നത് ആക്ടിവിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇറ്റ് കൺസ്യൂംസ് ടൈം ആൻഡ് റിസോഴ്സസ്. ഇറ്റ് ഈസ് എ വർക്ക് റിക്വയർഡ് ടു മെറ്റീരിയലൈസ് എ സ്പെസിഫിക് ഒരു പർട്ടിക്കുലർ ഇവൻറ്റിനെ മെറ്റീരിയലൈസ് ചെയ്യപ്പെടാണ്ട് ഫിസിക്കലായിട്ട് അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡൺ ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള വർക്കിനെ നമ്മൾ എന്ന് വിളിക്കുന്നത് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ആക്ടിവിറ്റീസ് ആർ റെപ്രസെൻറ്റ് ബൈ ആരോസ് ഇൻ നെറ്റ്വർക്ക് ഡയഗ്രാം. നമ്മൾ ഇവൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഉപയോഗിച്ചായിരുന്നു സർക്കിൾസ് അല്ലെങ്കിൽ നോട്ട്സ് ഉപയോഗിച്ചായിരുന്നെങ്കിൽ ആക്ടിവിറ്റീസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ആരോസ്, വൺ സൈഡ് ആരോസ് ഇൻ എ നെറ്റ്വർക്ക് ഡയഗ്രാം. The length of the arrow is chosen to suit the convenience. അവിടെ നമുക്ക് ആരോയുടെ ലെങ്തിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ലെങ്ത് ഓഫ് ദ ആരോ ഒരിക്കലും മാഗ്നിറ്റ്യൂഡിനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആസ്പെക്റ്റിനെയോ കാണിക്കുന്നതല്ല. ലെങ്ത് എത്രമാത്രം നമ്മുടെ കൺവീനിയൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആ ലെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും ആ നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്തൊരു സ്പെസിഫിക് ആയിട്ട് ഒന്നിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ലെങ്ത് ഓഫ് ദ ആരോ എന്ന് പറയുന്നത് ആരോ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ആക്ടിവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. The tail of the arrow represents the start and head, the finish of the activity. ഇപ്പോൾ നമ്മൾ ആരോ വരയ്ക്കുകയാണെങ്കിൽ ആരോയ്ക്ക് എന്തുണ്ട്, ഒരു ഹെഡും ഉണ്ട് ഒരു ടെയിലും ഉണ്ട് അല്ലേ. ആരോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആരോയ്ക്ക് ഒരു ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. ആ ടെയിൽ ഓഫ് ദ ആരോ എന്ന് പറയുന്നത് ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിനെ റെപ്രസെൻറ്റ്, ആക്ടിവിറ്റി തുടങ്ങും. ഇപ്പോൾ ഒരു ഡാൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ ഡാൻസിൻ്റെ സ്റ്റാർട്ടിങ്, ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ് ഇവൻ്റാണ് എന്ന് പറയുന്നത് ആ ടെയിൽ ഓഫ് ദ ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ആ ആക്ടിവിറ്റിയുടെ എൻഡ് ഫിനിഷിംഗ് പോയിന്റാണ് എന്ന് വിളിക്കുന്നത് ഹെഡ് ഓഫ് ദ ആരോ കൊണ്ട് റെപ്രസെൻറ്റ് പറയുന്നത്. ദ ടെയിൽ ഓഫ് ദ ആരോ റെപ്രസെൻറ്റ് ദ സ്റ്റാർട്ട് ആൻഡ് ദ ഹെഡ് ദ ഫിനിഷ് ഓഫ് ദ ആക്ടിവിറ്റി. ഓൾസോ the head indicates the direction of progress of the project. ആ ഹെഡിൻ്റെ ആ ഡയറക്ഷൻ
ഏത് ഡയറക്ഷനിലാണോ ഹെഡ് ഓഫ് ദ ആരോ പോകുന്നത് അത് എന്തിനാ ഉദ്ദേശിക്കുന്നത് ആ ഡയറക്ഷനിലാണ് പ്രൊജക്റ്റിന്റെ പ്രോഗ്രസ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ആക്ടിവിറ്റീസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓർ ബൈ നമ്പേഴ്സ് ഓഫ് ദിയർ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഇവന്റ്. നമ്മൾ ഇവന്റ് സാധാരണ ഡിനോട്ട് ചെയ്യുന്ന എന്ത് ഉപയോഗിച്ചാണ്? നമ്പേഴ്സ് ഉപയോഗിച്ചാൽ 1, 2, 3 നമ്പേഴ്സ് ഉപയോഗിച്ച്. അറ്റ് ദ സെയിം ടൈം ആക്ടിവിറ്റീസ് നമ്മൾ ഡിനോട്ട് ചെയ്യും റെപ്രസെന്റ് ചെയ്യുന്ന എന്ത് ഉപയോഗിച്ച്? ആരോസ് ഉപയോഗിച്ച്. ആക്ടിവിറ്റീസ് നമ്മൾ ഡിനോട്ട് ചെയ്യും നമ്മളൊരു എന്താ പറയുന്നത് നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ അല്ലാതെ നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആക്ടിവിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ സാധാരണ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ച് ഓർ ബൈ നമ്പേഴ്സ് ഓഫ് ദർ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഇവന്റ്. സ്റ്റാർട്ടിങ് ഇവന്റിൻ്റെയും അതായത് ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് 2 ഇവന്റുകളുടെ ജോയിനിങ് ആണ്. നെറ്റ്വർക്ക് ഡയഗ്രാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്ത് ഇവിടെ ഇപ്പോൾ വെൽക്കം ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഓണം സെലിബ്രേഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ വെൽക്കം സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി? ആ അടുത്ത പ്രയർ സോങ് കഴിഞ്ഞപ്പോൾ അടുത്ത ഫംഗ്ഷൻ ആണ്. പ്രയർ സോങ് കഴിഞ്ഞതിന് ശേഷം വെൽക്കം സ്പീച്ചിലുള്ള അതിനിടയിൽ ക്യാരി ഔട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി. ആ ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രോസസ് ആണെന്ന് പറയുന്നത് ആക്ടിവിറ്റി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഇവൻറ്റും ഉണ്ടാവും, ഒരു എൻഡിങ് ഇവൻറ്റും ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ് ഇവൻറ്റിനെ ഞാൻ 1 എന്നും എൻഡിങ് ഇവൻറ്റിനെ ഞാൻ 2 എന്നും കൊടുത്താൽ അവിടുത്തെ ആ ആക്ടിവിറ്റി എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 1, 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ പറഞ്ഞിരിക്കുന്നത്. An activity is denoted by capital A can be represented as capital letters or by numbers of their starting and ending event. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇവന്റ് ഐയും ടെയിൽ ഇരിക്കുന്ന ഇവന്റ് ഐയും ഹെഡ് ഇരിക്കുന്ന ഇവന്റ് ജെയും ആണെങ്കിൽ ആക്ടിവിറ്റി can be represented as I-J എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അവിടുത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവന്റ് ഏതാണ്? ടെയിൽ ഇരിക്കുന്ന പോയിന്റ് ഏതാണ്? ഇവന്റ് ഏതാണ്? ith ഇവന്റ്. എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുന്ന ഇവന്റ് ഏതാണ്? jth ഇവന്റും ആയിരിക്കും. എക്സാമ്പിൾസ് ഓഫ് ആക്ടിവിറ്റി ആർ പ്രിപ്പയർ ബഡ്ജറ്റിൻ്റെ പ്രിപ്പറേഷൻ. പ്രിപ്പയർ ചെയ്യുന്ന ആ ടൈം ആൻഡ് റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്ന അത്ര ആ ടാസ്ക് ആണ് വിളിക്കുന്നത് ഈ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്, കളക്ഷൻ ഓഫ് ഡേറ്റ, സർവേ ദ സൈറ്റ്, ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു നെറ്റ്വർക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. നെറ്റ്വർക്കിനകത്ത് മെയിനായിട്ട് 2 കമ്പോണൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് ഇവൻറ്റ്സ് ആസ് വെൽ ആസ് എ സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് ആക്ടിവിറ്റി. സോ എന്താണ് ഇവൻറ്റ്സ് എന്നും എന്താണ് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഇവൻറ്റ്സിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെയും ക്ലാസിഫിക്കേഷനെ പറ്റിയാണ്. ഇപ്പോൾ ഇവൻറ്റ്സും ആക്ടിവിറ്റീസും എന്നൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടി. എങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരേ നെറ്റ്വർക്കിനകത്ത് തന്നെ പല ടൈപ്പ് ഇവൻറ്റ്സും പല ടൈപ്പ് ആക്ടിവിറ്റീസും ഉണ്ടാകും. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇവൻറ്റ്സ് ആസ് വെൽ ആസ് ആക്ടിവിറ്റീസ്. സോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. Events can be classified mainly into 4: tail event, head event, successor event and predecessor event. അപ്പോൾ ഇവൻറ്റ്സ് നമുക്ക് മെയിനായിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. The first category is tail event. The events that marks beginning of an activity is called tail event. ഒരു ആക്ടിവിറ്റിയുടെ തുടക്കത്തിലുള്ള ബിഗിനിങ് ഉള്ള ഇവന്റ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെയിൽ ഇവന്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആക്ടിവിറ്റീസ് റെപ്രസെന്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ആരോസ് ആണ്. അപ്പോൾ അവിടെ ആ ആരോയുടെ എൻഡിലും ടെയിലിലും ഒരു ഇവന്റിന്റെ പ്രസൻസ് ഉണ്ടാവും, ഹെഡിലും ഒരു ഇവന്റിന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ ആ ആരോയെ സംബന്ധിച്ച് ആരോയുടെ ടെയിലുള്ള ഇവന്റ് ടെയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഇവന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെയിൽ ഇവന്റ് എന്ന് വിളിക്കുന്നത്. അഥവാ ഇതെന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെപ്രസെന്റ്സ് ദ ബിഗിനിങ് ഓഫ് എൻ ആക്ടിവിറ്റി. ആക്ടിവിറ്റിയുടെ തുടക്കത്തിലാണ് എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ ടെയിൽ ഇവന്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ ഇവന്റ് ദാറ്റ് മാർക്സ് ബിഗിനിങ് ഓഫ് എൻ ആക്ടിവിറ്റി ഈസ് കോൾഡ് ടെയിൽ ഇവന്റ്. ആൻഡ് ദ സെക്കൻഡ് കാറ്റഗറി ഈസ് ഹെഡ് ഇവന്റ്. The event that marks ending of an activity, ഒരു ആക്ടിവിറ്റിയുടെ എൻഡിനെ സൂചിപ്പിക്കുന്ന ഫിനിഷിങ്ങിനെ അല്ലെങ്കിൽ കംപ്ലീഷനെ സൂചിപ്പിക്കുന്ന ഇവന്റ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഹെഡ് ഇവന്റ് കൊണ്ട് വിളിക്കുന്നത്. സോ ഫോർ an ആക്ടിവിറ്റിയുടെ ടെയിൽ കാണുന്ന ഇവന്റ് that represents the beginning of an activity is called tail event, and the event that represents the ending or the completion of an activity is called tail event. Next category is successor event. The events that follows an event is called successor event. ഇപ്പോൾ ഒരു ഇവന്റ്, ഇപ്പോൾ ഈ ഇവന്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഇവന്റിന് ഞാൻ 1 എന്ന പേര് കൊടുത്താൽ, ഈ ഇവന്റിന് 2 എന്ന പേര് കൊടുത്താൽ, ഈ 2 എന്ന് പറയുന്ന ഇവന്റ് ഫസ്റ്റ് ഇവന്റിനെ എന്തോ ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു.
അപ്പോൾ അങ്ങനെ ഉള്ള ഇവൻറ്റ്സ്, അതായത് ദ ഇവൻറ്റ്സ് ദാറ്റ് ഫോളോസ് ആൻ ഇവൻറ്റ് ഈസ് കോൾഡ് സക്സസർ ഓഫ് ദാറ്റ് ഇവൻറ്റ്. ഏതൊരു ഇവൻറ്റിൻ്റെ ആണോ സക്സസർ എന്ന് പറയുന്നത്, ആ ഇവൻറ്റിനെ തുടർന്ന് വരുന്ന ഫോളോ ചെയ്യുന്ന ഇവൻറ്റുകൾ എന്നാണ് വിളിക്കുന്നത് സക്സസർ ഇവൻറ്റ് എന്ന്. അതിൻ്റെ സക്സസേഴ്സ് ആയിട്ട് വരുന്ന ഇവൻറ്റ്സ് നമ്മൾ എന്ന് വിളിക്കും സക്സസർ ഇവൻറ്റ് എന്ന് വിളിക്കും. സിമിലർലി predecessor event, the events that occurs before an event, ഒരു ഇവൻറ്റ് ഉണ്ടാകുന്നതിന് മുൻപ് സംഭവിക്കുന്ന ഇവൻറ്റ്സ് നമ്മൾ എന്ന് വിളിക്കും predecessor event എന്ന് വിളിക്കും. ജസ്റ്റ് ഇതിൻ്റെ അർത്ഥമുള്ളൊക്കെ സക്സസറിൻ്റെ predecessorൻ്റെ അർത്ഥമുള്ളൊക്കെ തന്നെയാണ്. ഒരു ഇവൻറ്റിന് ശേഷം ഉണ്ടാകുന്ന ഇവൻറ്റിനെ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിനെ ഫോളോ ചെയ്യുന്ന ഇവൻറ്റ് നമ്മൾ സക്സസർ ഇവൻ്റ് എന്നും, അതിന് മുൻപ് വരുന്ന and occurs before an event നമ്മൾ എന്ന് വിളിക്കും predecessor event എന്ന് വിളിക്കും. So events can be classified into 4: tail event, head event, successor event and predecessor event. Similarly, activities also can be classified into 3 categories: predecessor activity, successor activity and dummy activity. What do you mean by predecessor activity? An activity which must be completed before one or more other activities start is called predecessor activity. എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നോ ഒന്നിൽ കൂടുതലോ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കംപ്ലീറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ എന്ന് വിളിക്കുന്നത് predecessor activities എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു നെറ്റ്വർക്ക് ഡയഗ്രാം ജസ്റ്റ് ഞാൻ വരയ്ക്കുന്നു. ഇത് എങ്ങനെ വരയ്ക്കുന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് നെറ്റ്വർക്ക് ഡയഗ്രാം ആണെങ്കിൽ, ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിനെ സംബന്ധിച്ച് ഇവൻറ്റ്സ് ആക്ടിവിറ്റീസ് ഞാൻ പേര് കൊടുക്കുകയാണ്. അതിനുള്ള നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ട ആക്ടിവിറ്റീസ് ആണ് ഏതൊക്കെ? എ, ബി, സി എന്നിവ, അല്ലെങ്കിൽ മിനിമം എ ആൻഡ് ബി. അതായത് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താ? ഫസ്റ്റ് ഇവൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇവൻറ്റിൽ തുടങ്ങി ഒരു ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്തതിനു ശേഷം സെക്കൻഡ് ഇവൻ്റ് എത്തി. സെക്കൻഡ് ഇവൻറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്തപ്പോൾ അതെന്ത് ചെയ്തു? തേർഡ് ഇവൻറ്റിൽ കംപ്ലീറ്റ് ചെയ്തു. അതേ സെക്കൻഡ് ഇവൻറ്റിലൂടെ മറ്റൊരു ആക്ടിവിറ്റി സി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്തപ്പോൾ ഫോർത്ത് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ എന്താകും? തേർഡിൽ നിന്ന് ഡി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഫിഫ്ത്ത് ഇവൻറ്റിലേക്ക് എത്തും. അപ്പോൾ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഉണ്ടാവില്ല. ആദ്യം പ്ലാൻ വരയ്ക്കുക, അതിനുശേഷമാണ് ആ പ്ലാൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കണം. ആ ലോൺ നമ്മൾ എടുത്തതിന് ശേഷം ബിൽഡിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് നടക്കുമല്ലോ, അതവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ, ആ പ്രൊജക്റ്റിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇവൻ്റ് ആണ് വണ്ണുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ള ഇവൻറ്റ്. അതിനെ ഒരു ആക്ടിവിറ്റി ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ഡിസൈൻ വരയ്ക്കുന്നതാണ്, പ്ലാൻ വരയ്ക്കുന്നതാണ് എ എന്ന് പറയുന്ന ആക്ടിവിറ്റി. പ്ലാൻ കംപ്ലീറ്റഡ് ആക്കുന്നതാണ് എന്ത്? 2 എന്ന് പറയുന്ന ഇവൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പ്ലാൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് ലോൺ സാങ്ഷൻ ആക്കുന്ന പ്രൊസീജിയറാണ് എന്തെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്ന ആക്ടിവിറ്റി. ആ ലോൺ സാങ്ഷൻ ആകുന്ന ഇവൻ്റ് ആണ് എന്ത്? 3 എന്ന് പറയുന്ന ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഓരോരോ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിയെ സംബന്ധിച്ച് ആ ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ട 2 ആക്ടിവിറ്റീസ് ആണ് ഏതൊക്കെ? എയും ബിയും അല്ലേ? അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിയെ സംബന്ധിച്ച് ഡിയുടെ predecessor ആക്ടിവിറ്റീസ് ആണ് ഏതൊക്കെ? അപ്പോൾ എയും ബിയും എന്ന് പറയുന്നത്. പറയുന്നത് the activities which must be completed before one or more other activities start is called predecessor event. For example, ആ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ്മെൻറ്റ് ഇടുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ? ഇപ്പോൾ പ്ലാൻ കംപ്ലീറ്റ് ആക്കുക, ജിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യുക, ലോൺ സാങ്ഷൻ ആക്കുക, ഇങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുൻപ് കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ട അതിന് മുമ്പായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എന്ന് വിളിക്കുന്നത് predecessor activities എന്ന് വിളിക്കുന്നത്. And the next one is successor activity. നേരെ ഓപ്പോസിറ്റ്. The activities which starts immediately after one or more activities are completed. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അതർ ആക്ടിവിറ്റീസ് നമ്മൾ എന്ന് വിളിക്കുന്നത് സക്സസർ ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൻ്റെ കേസ് ആണെങ്കിൽ എ എന്ന് പറയുന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ബിയും സിയും. സോ ദ ആക്ടിവിറ്റീസ് ബി ആൻഡ് സി ക്യാൻ ബി കോൾഡ് ആസ് ദ സക്സസർ ആക്ടിവിറ്റീസ് ഓഫ് ദ ആക്ടിവിറ്റി എ. Again, the third category is dummy activity. An activity which does not consume any resource or time.
ഈസ് കോൾഡ് ഡമ്മി ആക്ടിവിറ്റി. റിസോഴ്സോ ടൈമോ എടുക്കാതെ ഉപയോഗിക്കാതെ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡമ്മി ആക്ടിവിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നു. ആ ആക്ടിവിറ്റിയെ സംബന്ധിച്ച് ആക്ടിവിറ്റി പ്രസൻസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി അത്രയും ടൈം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യേണ്ട പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ബേസ്മെൻറ്റ് കെട്ടി കുറച്ച് ടൈം നമ്മളവിടെ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കി പില്ലേഴ്സ് നമുക്ക് പൊക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ, കെട്ടിപ്പൊക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും അവിടെ ആക്ടിവിറ്റീസ് ഒന്നും ശരിക്കും ഹാപ്പൻ ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം വി ആർ ഗിവിങ് സം ടൈം ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ബേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളവിടെ ആക്ടിവിറ്റി ഹാപ്പൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ സമയം, ആ ടൈം എന്ന് പറയുന്ന റിസോഴ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആക്ച്വലി ആക്ടിവിറ്റി ഇല്ല, പക്ഷേ വി ആർ അലോട്ടിങ് സം ടൈം ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ബേസ്മെൻറ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡമ്മി ആക്ടിവിറ്റി നമ്മളോട് എന്ത് ചെയ്യുന്നു, അസസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അതാണെങ്കിൽ ഇപ്പോൾ ഓണം സെലിബ്രേഷൻ ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ലഞ്ച് ബ്രേക്ക് അനൗൺസ് ചെയ്തു. അപ്പോൾ ലഞ്ച് ബ്രേക്കിന് ശേഷമാണ് എന്ത് കൾച്ചറൽ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അവിടെ എന്തില്ല, ആക്ച്വലി ഫംഗ്ഷൻ അവിടെ നടക്കുന്നില്ല, കണ്ടിന്യൂ ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം ആ ലഞ്ച് ബ്രേക്കിൻ്റെ സമയം അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. സോ ദ ടൈം ദാറ്റ് ഗെറ്റ് കൺസ്യൂംഡ് ഫോർ ദ ലഞ്ച് ബ്രേക്ക്, ആ സമയത്തേക്ക് നമുക്ക് എന്താ അലോട്ട് ചെയ്യാം, ഒരു ആക്ടിവിറ്റി നമുക്ക് അലോട്ട് ചെയ്യാം. ആ ആക്ടിവിറ്റി നമുക്ക് എന്തായിട്ട് പറയാം, ഡമ്മി ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് പറയാം. എന്ന് പറയുന്നത് the activity which does not consume any resource or time is called ഡമ്മി. അതായത് മറ്റൊരു ആക്ടിവിറ്റി അതിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ആക്ടിവിറ്റി ഹാപ്പൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡമ്മി ആക്ടിവിറ്റിക്ക് നമ്മൾ അലോട്ട് ചെയ്ത സമയത്തിൻ്റെ ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ ആ റിസോഴ്സുകളുടെ ആവശ്യകതയുണ്ട്. അപ്പോൾ അവിടെ ആക്ച്വലി ടാസ്കുകളൊന്നും പെർഫോം ചെയ്യപ്പെടുന്നില്ല. അറ്റ് ദ സെയിം ടൈം റിസോഴ്സും ടൈമും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് ടൈം അതിനെ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, ഇല്ലാത്തൊരു ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്ത് അവിടെ അലൗട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനാണ് എന്ത് വിളിക്കുന്നത്, ഡമ്മി ആക്ടിവിറ്റി നമ്മൾ വിളിക്കുന്നത്. യൂഷ്വലി ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ഡോട്ടഡ് ലൈൻസ് നെറ്റ്വർക്ക് ഡയഗ്രം. നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഡമ്മി ആക്ടിവിറ്റി എപ്പോൾ റെപ്രസെൻറ്റ് എന്ത് ഉപയോഗിച്ചാണ്, ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ചാണ്. ആക്ടിവിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരോസ് ഉപയോഗിച്ചാണെങ്കിൽ, ഡമ്മി ആക്ടിവിറ്റി നമ്മൾ റെപ്രസെൻ്റ് ആണ് ഡോട്ടഡ് ആരോസോ ഡോട്ടഡ് ലൈൻസോ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഡമ്മി ആക്ടിവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, നെറ്റ്വർക്ക് കമ്പോണൻസ് ഓഫ് നെറ്റ്വർക്കിനെ പറ്റി നമ്മൾ പഠിച്ചത്. ബേസിക് ആയിട്ട് നെറ്റ്വർക്ക്സിന് 2 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഇവൻസും ആക്ടിവിറ്റീസ്. നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ നമ്മൾ ഇവൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന സർക്കിൾസ് അഥവാ നോട്ട്സ് ഉപയോഗിച്ചാണ്, ഇവൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് ന്യൂമറൽസ് ഉപയോഗിച്ചാണ്. ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ആക്ടിവിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് by using arrows ഉപയോഗിച്ച് at the same time they are denoted by means of capital letters or by connected numerals. Again ഈ ഓരോ കമ്പോണൻസിൻ്റെയും ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇവൻസിന് 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ടെയിൽ ഇവൻറ്റ്, ഹെഡ് ഇവൻറ്റ്, പ്രെഡസസർ ഇവൻറ്റ് ആൻഡ് സക്സസർ ഇവൻറ്റ്. വേറാസ് ആക്ടിവിറ്റീസിന് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്രെഡസസർ ആക്ടിവിറ്റി, സക്സസർ ആക്ടിവിറ്റി ആൻഡ് ഡമ്മി ആക്ടിവിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ പറഞ്ഞത്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതി എനിക്ക് ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.